ജലഗതാഗത വിൻസെന്റാ പറഞ്ഞ ഒരു ദിവസം TV കണ്ടപ്പം ഭയങ്കര കുഴപ്പമാണ്. പറഞ്ഞത് ഞാൻ കണ്ടതുകൊണ്ട് പറഞ്ഞ, കാരണം അറിയാതെ നമ്മളവിടെ പ്രവർത്തിക്കുമ്പോൾ അടുത്ത ഒരു ജലഗതാഗത വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ അവസരം കിടന്നാൽ ഓടി അങ്ങ് പോകത്തേ ഉള്ളൂ. അവിടെ കൂടെ കയറി ആളുകൾ വരത്തില്ല. ഇത് നമ്മുടെ സൈക്കോളജിയാണ്. ഇവിടെ സെന്റ് മേരീസ് സ്കൂളിന്റെ മുമ്പിൽ ഒരു പാലം വെച്ചിട്ടുണ്ട്. അതിൽ ആരും കയറാറില്ല. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി വെച്ചതാ. അതുപോലെ കോട്ടണിൽ സ്കൂളിന് മുമ്പിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ലുലു മാളിന്റെ മുമ്പിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറത്തുനിന്ന് ഒരാളെയും കണ്ടിട്ടില്ല. ഇപ്പൊ ലുലു മാളിന്റെ മേളിലൊക്കെ പോലീസ് വന്നാൽ അറിയാം, സാമൂഹ്യ വിരുദ്ധന്മാർക്ക് കണ്ടടിക്കണമെങ്കിൽ അതിന് മേളിൽ കയറിയിട്ട് അടിക്കാം. താഴെ കാറി പോകുന്നവരും കാണത്തില്ല. അവിടുന്ന് പോലീസ് വന്നാൽ ഇവിടെ കൂടെ ഇറങ്ങാം. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞത് ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന് വിഷമിക്കേണ്ടതില്ല. അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യും എന്നറിയിച്ചു. ഡിസ്കഷൻ നടത്തും. അദ്ദേഹം പറഞ്ഞു ഡിസ്കഷൻ നടക്കാന്ന് പറഞ്ഞു. ഡിസ്കഷൻ നടത്തും. അങ്ങനെ ആരോടും ഒരു പകയോ വിദ്വേഷമോ ഒന്നുമില്ല. അതായത് നമ്മളെ ലൈസൻസ് എടുത്താൽ അടുത്ത സെക്കൻഡിൽ ലൈസൻസ് പാസ്സായി എന്ന് കമ്പ്യൂട്ടറിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ഫീഡ് ചെയ്താൽ അടുത്ത സെക്കൻഡിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ലൈസൻസ് വരും. ആ ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതൊരു കാർഡ്, ഒരു അക്ഷയയിലോ മറ്റോ കൊടുത്ത് പ്രിന്റ് ചെയ്ത് കാർഡായി സൂക്ഷിക്കാം. അതിന് ഹോളോഗ്രാമിന്റെ ആവശ്യമില്ല. അതിൽ QR കോഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഡിജിറ്റൽ RC ബുക്ക് 1/3/2025 മുതൽ കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ RC ബുക്ക് വന്നു കഴിഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ RC ബുക്ക് കൈ കിട്ടും. കാരണം കേരളത്തിൽ 10,000 ഫയൽ ഉണ്ടെങ്കിൽ ഈ 10,000 ഫയലും തുല്യമായ രീതി ചെന്ന് പോകും. അപ്പൊ കാസർഗോഡ് ഇരിക്കുന്ന ഒരു അപേക്ഷ എടുക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും, പാറശാലയായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ അഴിമതി ഒഴിവാകും. മാത്രമല്ല 5 ദിവസത്തിനുള്ളിൽ ഈ ഫയലുകൾ 5 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കാതെ ഒരു ഉദ്യോഗസ്ഥൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ സർക്കാർ ആ കസേരയിൽ നിന്ന് മാറ്റും. അയാൾ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് വിലയിരുത്തൽ. അതാണ് വരാൻ പോകുന്ന പുതിയ പരിഷ്കാരം. 13,000 രൂപയാണ് ഒരു ദിവസത്തെ ചെലവ്. 56,000 രൂപ വരും. തമിഴ്നാട്ടിലൊക്കെ വളരെ വൈറലാണ്. തെലുങ്കിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണ്. ഈ ബസ്സിൽ കയറാൻ വേണ്ടി ആളുകൾ അവിടെ വരികയും എല്ലാ ദിവസവും ഫുള്ളാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ മുടക്കിയ കാശ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. അതിനെ അട്ടിമറിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അത് കൈവച്ചിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ KSRTയെ കുറിച്ച് പറഞ്ഞു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അത് പറയുമ്പോഴത്തേക്കും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ പറയാം. ഡിജിറ്റൽ ലൈസൻസ്, ഇവിടെ ലൈസൻസ് കിട്ടാൻ 10 മാസം 12 മാസമൊക്കെ താമസിക്കുകയായിരുന്നു. അത് മാറ്റിയിരിക്കുന്നു. ഡിജിറ്റൽ ലൈസൻസ് 1/11/2024 നിലയിൽ വന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അതായത് നമ്മളെ ലൈസൻസ് എടുത്താൽ അടുത്ത സെക്കൻഡിൽ ലൈസൻസ് പാസ്സായി എന്ന് കമ്പ്യൂട്ടറിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ഫീഡ് ചെയ്താൽ അടുത്ത സെക്കൻഡിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ലൈസൻസ് വരും. ആ ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതൊരു കാർഡ്, ഒരു അക്ഷയയിലോ മറ്റോ കൊടുത്ത് പ്രിന്റ് ചെയ്ത് കാർഡായി സൂക്ഷിക്കാം. അതിന് ഹോളോഗ്രാമിന്റെ ആവശ്യമില്ല. അതിൽ QR കോഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഡിജിറ്റൽ RC ബുക്ക് 1/3/2025 മുതൽ കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ RC ബുക്ക് വന്നു കഴിഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ RC ബുക്ക് കൈ കിട്ടും. അതുപോലെ റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിന് വേണ്ടി ഒരു ആപ്പ് കൊണ്ടുവരികയാണ്. നമ്മളെപ്പോഴും പറയും, സ്കൂളുകളിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, സ്കൂളുകളിലെ കുഞ്ഞുങ്ങളുടെ കരിക്കുലത്തിൽ ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യണം. നല്ല കാര്യമാണ്. പക്ഷെ വന്നാലും പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ട്രാഫിക്കിനെ പറ്റി അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ആപ്പ് കൊണ്ടുവരികയാണ്. ഒരു ലേണേഴ്സ് ആപ്പ് എന്നുള്ളൊരു ആപ്പാണ്. ഈ ആപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരും, പടങ്ങൾ കാണിച്ചു തരും. നമ്മളെ ആ ഡ്രൈവിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും അത് പഠിപ്പിക്കും, എല്ലാ നിയമങ്ങളും പഠിപ്പിക്കും. അത്തരത്തിൽ ആപ്പ് മോട്ടോർ വെഹിക്കിൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ ചെക്ക് പോസ്റ്റിലെ അഴിമതി അത് അവസാനിക്കാൻ വേണ്ടി ചെക്ക് പോസ്റ്റുകൾ, MED ചെക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കുകയാണ്. പകരം നമ്മുടെ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാമറ നമ്മൾ ഉപയോഗിക്കാം. GSTയുടെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വണ്ടികൾ പരിശോധിക്കാനും നടപടിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കുകയാണ്. ചെക്ക് പോസ്റ്റിൽ അഴിമതി എന്നുള്ള വിഷയം ചെക്ക് പോസ്റ്റ് 2-3 മാസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിക്കും. അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുള്ളതായിരിക്കും. പിന്നെ വേറെ പ്രധാനപ്പെട്ട MLA മാർ അറിഞ്ഞിരിക്കേണ്ട, MLA മാരെല്ലാവരും അവരുടെ മണ്ഡലങ്ങളിൽ സഭ കൂടിയാണ്, ഗ്രാമസഭ കൂടിയാണ്. റൂട്ട് ഫോർമുലേഷൻ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. MLA മാർ സജസ്റ്റ് ചെയ്ത 503 റൂട്ടുകൾ, KSRTCക്ക് തർക്കമില്ലാത്ത, നിയമ തടസ്സങ്ങളില്ലാത്ത 503 റോഡുകൾ ഈ മാസം തന്നെ റൂട്ടുകൾ നോട്ടിഫൈ ചെയ്യും. അത് പ്രൈവറ്റ് ബസ്സുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ വാഹനങ്ങൾ എത്താത്ത, ഇതുവരെ പ്രൈവറ്റ് ബസ്സോ KSRTC ബസ്സോ എത്താത്ത സ്ഥലങ്ങളാണ് MLA മാർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് 503 എണ്ണം പാസ്സാക്കിയിട്ടുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാൽ മതി. അത് വരുമ്പോൾ ചെറിയ ബസ്സുകൾ വാങ്ങാം, സ്വയം തൊഴിൽ കണ്ടെത്താം, പിന്നെ ടാക്സ് കൊടുക്കാം, മറിച്ച് എന്തെങ്കിലും ജോലി കിട്ടി പോകണമെങ്കിൽ വിറ്റിട്ട് പോവാം. ആ റൂട്ടിൽ പക്ഷേ നിയന്ത്രിത നമ്പറേ കാണുള്ളൂ. ഇത് ലൈസൻസ് എന്നാണ് പറയുന്നത്, സാധാരണ പെർമിറ്റ് അല്ല. ലൈസൻസ് എന്നൊരു പുതിയ സംവിധാനം കൊണ്ടുവരികയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്. അത് ഗ്രാമപ്രദേശങ്ങളെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാൻ, പൊതുഗതാഗതം വർദ്ധിപ്പിക്കാൻ ഉതകും. ഇതൊരു തൊഴിലായി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ സ്റ്റേജ് കാരേജുകളുടെ
എണ്ണം വല്ലാതെ കുറയുന്നു. കാരണം 2001 26,000 സ്റ്റേജ് കാരേജ് ഉണ്ടായിരുന്നു. ഇന്ന് 7,000-ൽ താഴെയാണ്. അത് പ്രോത്സാഹിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബഡ്ജറ്റിൽ അദ്ദേഹം ടാക്സ് കുറച്ചു വെച്ചത്. ഈ റോഡ് ഈ ലൈസൻസിങ് റൂട്ട് റാഷണലൈസേഷൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ടുള്ള വെർജിൻ റൂട്ട്സ് എടുക്കുകയാണ്. അതിനെ ടാക്സ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ 10% ടാക്സ് അദ്ദേഹം കുറച്ചു വെച്ചത്. അതുപോലെ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് സംവിധാനങ്ങൾ ടെൻഡർ വിളിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ ടെൻഡർ വരും. ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ 19 സ്ഥലങ്ങളിൽ ടെൻഡറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ടെൻഡർ വിളിച്ചിട്ട് സുതാര്യമായി ആരാണോ കൂടുതൽ നന്നായി നടത്തുന്നതും സർക്കാരിന് പൈസ തരുന്നോ അവർക്ക് ആനുകൂല്യം ഉണ്ടാകും. അതുപോലെ അടുത്ത വരാൻ പോകുന്ന വളരെ വിപ്ലവകരമായ ഒരു കാര്യമാണ്. അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യൂണിഫൈഡ് കൗണ്ടർ സിസ്റ്റം, അതായത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 40-ന്റെ ഭാഗമായി വകുപ്പിൽ യൂണിഫൈഡ് കൗണ്ടർ സിസ്റ്റം ഉണ്ടാക്കുകയാണ്. 18/3/2025 നടപ്പിൽ വരും. അതായത് ഒരു ഉദാഹരണത്തിന് 1000 അപേക്ഷകൾ എറണാകുളത്ത് ഓഫീസിലുണ്ടെന്ന് വരും. അപ്പോൾ അവിടുത്തെ ഓഫീസിലെ ജീവനക്കാർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങ് സ്പ്ലിറ്റ് ആവുകയാണ്. ഈ എറണാകുളത്ത് കിട്ടുന്ന അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നത് ചിലപ്പോൾ കോന്നിയിലായിരിക്കും, അല്ലെങ്കിൽ കാസർഗോഡായിരിക്കും. എല്ലാ ക്ലറിക്കൽ സ്റ്റാഫിൻ്റെയും കമ്പ്യൂട്ടറുകളിലേക്ക് ഈ സാധനം അങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്തങ്ങ് പോകും. അപ്പോൾ എല്ലാവർക്കും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ചിലപ്പോൾ 2 or 3 ഫയലേ വരുള്ളൂ. കാരണം കേരളത്തിൽ 10,000 ഫയലുണ്ടെങ്കിൽ ഈ 10,000 ഫയലും തുല്യമായ രീതി അങ്ങ് പോകും. അപ്പോൾ കാസർഗോഡ് ഇരിക്കുന്ന ഒരു അപേക്ഷ എടുക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും, പാറശാലയായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ അഴിമതി ഒഴിവാകും. മാത്രമല്ല 5 ദിവസത്തിനുള്ളിൽ ഈ ഫയലുകൾ 5 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കാതെ ഒരു ഉദ്യോഗസ്ഥൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ സർക്കാർ ആ കസേരയിൽ നിന്ന് മാറ്റും. അയാൾ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് വിലയിരുത്തൽ. അതാണ് വരാൻ പോകുന്ന പുതിയ പരിഷ്കാരം. സർക്കാർ വാഹനങ്ങൾക്ക് KL90 എന്ന രജിസ്ട്രേഷൻ വരാൻ പോവുകയാണ്. സർക്കാർ വാഹനങ്ങൾ KL90 എന്ന് രജിസ്റ്റർ ചെയ്യും. കേരള സർക്കാർ വാഹനങ്ങൾ KL90A കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്കായിരിക്കും. KL90B തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കും. KL90BC PSUകൾക്കും ബോർഡുകൾക്കും കോർപ്പറേഷനുകൾക്കുമായി നൽകും. എന്നിങ്ങനെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മേലിൽ വരുന്ന സർക്കാർ വാഹനങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിലവിലുള്ള സർക്കാർ വാഹനങ്ങളും ഈ രജിസ്ട്രേഷനിലേക്ക് മാറ്റേണ്ടി വരും എന്നറിയിക്കുകയാണ്. മറ്റൊരു നല്ല പദ്ധതി കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം ചുരുക്കാം. ജലഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. കേരളത്തിലെ മൂന്നാറിലേക്ക് റോയൽ വ്യൂ എന്ന ബസ് കൊണ്ടുവന്നു. എൻ്റെ മനസ്സിൽ പണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്നെ സഹായിച്ചത് KSRTC ജീവനക്കാരാണ്. ബസ് ഞാൻ ഡിസൈൻ ചെയ്തെങ്കിലും അതിൻ്റെ എല്ലാ രൂപകൽപ്പനയും ചെയ്തത് KSRTCയുടെ ജീവനക്കാരാണ്. ഒരാൾ പോലും പുറത്തുനിന്ന് ഉപയോഗിച്ചിട്ടില്ല. KSRTC ജീവനക്കാരെ മാത്രം എടുക്കാം. 40 ലക്ഷം രൂപയിലാക്കി ബസ് ഉണ്ടാക്കിയെങ്കിൽ വിൻസെൻ്റെ ഒരു നഷ്ടവുമില്ല. ഒരു ദിവസം 56,000 രൂപ ഫുള്ളാണ് വണ്ടി എല്ലാ ദിവസവും. ഇതൊരു തരംഗമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ. ഇതൊരു വലിയ വാർത്തയാണ്, ഇതൊരു വലിയ സംഭവമാണ്. ആ റോയൽ വ്യൂ ബസ് മൂന്നാറിൽ ഓടുമ്പോൾ 13,000 രൂപയാണ് ഒരു ദിവസത്തെ ചെലവ്. 56,000 രൂപ വരും. തമിഴ്നാട്ടിലൊക്കെ വളരെ വൈറലാണ്. തെലുങ്കിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണ്. ഈ ബസ്സിൽ കയറാൻ വേണ്ടി ആളുകൾ അവിടെ വരികയും എല്ലാ ദിവസവും ഫുള്ളാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ മുടക്കിയ കാശ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. അതിനെ അട്ടിമറിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അത് കൈവച്ചിരുന്നാൽ മതി. അതുപോലൊരു ടൂറിസം പദ്ധതിയാണ് പറയാൻ പോകുന്നത്. ജലഗതാഗത വകുപ്പിൽ വിൻസെന്റ് പറഞ്ഞ ഒരു ദിവസം TV കണ്ടപ്പം ഭയങ്കര കുഴപ്പമാണ്. പറഞ്ഞത് ഞാൻ കണ്ടുകൊണ്ട് പറഞ്ഞ കാരണം അറിയാതെ നമ്മളവിടെ പ്രവർത്തിക്കുമ്പോൾ അടുത്ത ഒരു ജലഗതാഗത വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. അത് കുട്ടനാട് ബാക്ക് വാട്ടർ സഫാരി എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുകയാണ്. അതായത് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയും ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിയുമായി ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ആലോചിച്ചു. ഈ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കുകയും 2 or 3 മാസത്തിനുള്ളിൽ 2 or 3 ഡേറ്റ് പറയാണ് 2 or 3 മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പിൽ വരും. പദ്ധതി എന്താണെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളെ ബോട്ടിൽ കയറ്റുക, കുട്ടനാടിന്റെ വഴികളിലൂടെ എല്ലാം ബോട്ട് ഓടിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു നാടൻ ചായക്കട സെറ്റ് ചെയ്തിരിക്കുക. ഇത് അവിടെയുള്ള കുടുംബശ്രീക്കാർക്കോ നാട്ടിലുള്ള ആർക്കെങ്കിലും സെറ്റ് ചെയ്യാം. അവിടെ ഷാപ്പിലെ കറി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് നല്ല മത്സ്യം, പൊള്ളിച്ച മത്സ്യം, കേരളത്തിന്റെ തനതായ ഫുഡ്, ഗ്രാമത്തിലെ ഫുഡ് അവിടെ കൊടുത്തു കഴിഞ്ഞ് അവിടെ നമ്മൾ യാത്ര ചെയ്താൽ ഇത് മറ്റൊരു സ്ഥലത്ത് പാതിരാമണൽ എത്തുമ്പോൾ ടൂറിസം വകുപ്പ് അവിടെ ഒരു സൗകര്യം ചെയ്തിരിക്കുകയാണ്. ഓല കൊണ്ടൊരു തിയേറ്റർ, പഴയ പോലെ സൈഡൊന്നും അടച്ചിട്ടില്ല, ഓല കൊണ്ടൊരു സ്റ്റേജും അതിന് മുമ്പിൽ ഒരു ഹാളും, അതിനകത്ത് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് മണൽ വിരിച്ച തറയിൽ തടി കസേര ഇടും, അല്ലെങ്കിൽ ചൂരൽ കസേര. അവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിലെ ഫോക്ലോർ അക്കാദമി, സംഗീതനാട അക്കാദമി, ഇങ്ങനെ നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന പല കലാരൂപങ്ങളുണ്ട്. അത് സാംസ്കാരിക വകുപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അവരുടെ കലാരൂപങ്ങൾ അവിടെ അവതരിപ്പിക്കും ഈ ടൂറിസ്റ്റുകളുടെ മുമ്പിൽ. ടിക്കറ്റ് വെച്ചിട്ടാണ്, സിനിമയില്ല.
സിനിമയില്ല, മറ്റു കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഫോക്ലോർ അക്കാദമിയുടെ നമുക്ക് കാണാൻ കഴിയാത്ത ഈ ഒരു തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത പല കലാരൂപങ്ങളെയും നമ്മൾ അവിടെ അവതരിപ്പിക്കും. അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കും. ഒരു വിജയകരമായ ടൂറിസം പദ്ധതിയായി ഞങ്ങൾ ഈ 3 വകുപ്പുകളും ചേർന്ന് ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. അത് കുട്ടനാടിൽ മാത്രമല്ല, മൺട്രോത്തുരുത്ത് വരുന്നുണ്ട്. കുട്ടനാട്ടിൽ വരുമ്പോൾ, കോട്ടയമല്ല ഞാൻ പറഞ്ഞ, കുട്ടനാട്ടിൽ വരുമ്പോൾ ഒരു സർക്യൂട്ട് അല്ല, കുമരകം കേന്ദ്രീകരിച്ച് വേറെ സർക്യൂട്ട് വരും, പിന്നെ പാതിരാമണൽ അങ്ങേ സൈഡിൽ വേറെ സർക്യൂട്ട് വരും. അങ്ങനെ 2-3 സർക്യൂട്ട് കാണും. അവിടെയെല്ലാം ഈ ഷോപ്പുകളും ഇതുപോലെ കലാപരിപാടി നടത്താനുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ ഈ കലാകാരന്മാർക്ക് ഒരു വരുമാന മാർഗമാകും. ഈ കല നമുക്ക് കാണുകയും ചെയ്യാം. ഈ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ അറിയാവുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇതൊരു വരുമാന മാർഗമാകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ പദ്ധതി ഇത്തരത്തിലുള്ള പദ്ധതിയാണ്. അദ്ദേഹം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പദ്ധതിക്ക് 5 കോടി രൂപ അനുവദിച്ചു. റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടാണ്. നേരത്തെ ഒരിക്കലും മറുപടി പറയാണ്. എന്നാലും ഞാൻ പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ സാഹചര്യത്തിൽ അത് വളരെ സ്നേഹത്തോടെ തന്നെ മുഖവിലേക്ക് എടുക്കുന്നു. 5 കോടി രൂപ അദ്ദേഹം പറഞ്ഞു 2 കോടി കൂടി വേണം എന്നാണ് പറഞ്ഞത്, 3 കോടിയുടെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അതല്ല, നമുക്ക് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ കണക്കിൽ 1.5 കോടിയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് തന്ന കണക്കനുസരിച്ച് 9 കോടി രൂപ കൂടി അഡീഷണൽ ആയിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. അതിന് ഒരു MLAക്ക് മോശം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ സർക്കാരും ആഗ്രഹിക്കുന്നില്ല. അതിന് ഭരണപക്ഷ പ്രതിപക്ഷമൊന്നുമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ലാൻഡ് അക്വിസിഷൻ ഉണ്ട്. അദ്ദേഹം ഇതിൻ്റെ മന്ത്രിയായിരുന്നാണ്. അദ്ദേഹത്തിന് ലാൻഡ് അക്വിസിഷന് പണം കൊടുക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി കഴിയത്തില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ കെട്ടിടമുണ്ട്, പള്ളിയുടെ ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് അദ്ദേഹം അവിടുത്തെ MLA ആണ്, അദ്ദേഹത്തിന് അറിയാം. ഇതെല്ലാം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമുക്കുണ്ട്. അതിനുള്ള ഫണ്ട് വേണം. ഇത് നശിപ്പിച്ച് കളയുക എന്നുള്ള ലക്ഷ്യം നമുക്കില്ല. പക്ഷേ ഇത്തരം പദ്ധതികൾ വരുമ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പം. ഇന്നലെയും വാർത്താമാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു കാര്യമാണ്, തൃശ്ശൂരിൽ മനോഹരമായൊരു ഇതുപോലൊരു സ്കൈ വാക്ക് ഉണ്ടാക്കി. ലിഫ്റ്റും എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, ഫിനിഷ് ചെയ്തു, വളരെ മനോഹരമാണ്, നന്നായി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നടക്കാൻ ആളില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഒരു സത്യമല്ല. നടക്കാൻ ആളില്ല. കാരണം റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ അവസരം കിടന്നാൽ ഓടി അങ്ങ് പോകത്തേ ഉള്ളൂ. അവിടെ കൂടെ കയറി ആളുകൾ വരത്തില്ല. ഇത് നമ്മുടെ സൈക്കോളജിയാണ്. ഇവിടെ സെൻറ് മേരീസ് സ്കൂളിൻ്റെ മുമ്പിൽ ഒരു പാലം വെച്ചിട്ടുണ്ട്, അതിൽ ആരും കയറാറില്ല. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി വെച്ചതാ. അതുപോലെ കോട്ടണിൽ സ്കൂളിന് മുമ്പിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ലുലു മാളിൻ്റെ മുമ്പിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തുനിന്ന് ഒരാളെയും കണ്ടിട്ടില്ല. ഇപ്പം ലുലു മാളിൻ്റെ മേളിലൊക്കെ പോലീസ് വന്നാൽ അറിയാം, സാമൂഹ്യ വിരുദ്ധന്മാർക്ക് രണ്ടടിക്കണമെങ്കിൽ അതിന് മേളിൽ കയറിയിട്ട് അടിക്കാം. താഴെ കാറി പോകുന്നവരും കാണത്തില്ല. അവിടുന്ന് പോലീസ് വന്നാൽ ഇവിടെ കൂടെ ഇറങ്ങാം. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞത് ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന് വിഷമിക്കേണ്ടതില്ല. അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യും എന്നറിയിച്ചു. ഡിസ്കഷൻ നടത്തും. അദ്ദേഹം പറഞ്ഞു ഡിസ്കഷൻ നടക്കാമെന്ന് പറഞ്ഞു. ഡിസ്കഷൻ നടത്തും. അങ്ങനെ ആരോടും ഒരു പകയോ വിദ്വേഷമോ ഒന്നുമില്ല. വിൻസെന്റ് വിചാരിക്കേണ്ടത് ഇതൊരു തമാശയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ പറയാം, അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ, തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാവർക്കും, എല്ലാ MLAമാർക്കും ചെയ്യാവുന്നതല്ല. ഇപ്പം ശ്രീ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും അനുവദിച്ചിരിക്കുന്ന എല്ലാ പൈസയും അദ്ദേഹം തരും. അതിന്റെ AS വാങ്ങിയാൽ മാത്രം മതി. AS വാങ്ങിയാൽ പണി തുടങ്ങും. കാരണം ബില്ല് കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതിയല്ലോ. AS വാങ്ങും. ഇടപെടി ബിൽഡിങ്സുകാർ വളരെ വേഗത്തിൽ പണി തുടങ്ങും, വളരെ വേഗത്തിൽ പണി തീർക്കും. പക്ഷേ നമ്പർ ഇടാത്ത ബസ് സ്റ്റേഷനുകൾ ഇനി ഉണ്ടാവില്ല. നമ്പർ ഇടാതെ മന്ത്രി ഉദ്ഘാടനവും ചെയ്യില്ല. അതിനൊരു സംശയം വേണ്ട. നമ്മൾ മുന്നോട്ട് പോകും. നല്ല നിലയിൽ KSRTC മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണ, എല്ലാ MLAമാർക്കും KSRTC 2 വണ്ടി വെച്ച് തന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ സാഹചര്യം അത്ര നന്നല്ല എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്യും. പുതിയ ബസ്സുകൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ റൂട്ടുകൾ ഓടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ KSRTCയോടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോടും എല്ലാവരും കാണിക്കുന്ന സഹകരണത്തിന്, ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ധനാഭ്യർത്ഥന പാസ്സാക്കി തരണം എന്ന സ്നേഹത്തോടെ